ഇന്നൊരു ചക്ക ഇടാൻ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളെ പ്ലാവിൽ കണ്ടില്ല, ഇഷ്ടം പോലെ ചക്ക ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം എന്താ പറയുക, ചക്കയൊക്കെ നമുക്ക് അധികം മുകളിലൊന്നല്ല, ഒരു നടുഭാഗത്തായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത്യാവശ്യം നല്ല ചക്കയുണ്ട്. ഇതാ അങ്ങോട്ടൊക്കെ കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള ചക്കയൊക്കെ, നല്ല അടിപൊളി വരിക്കച്ചക്കയാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പീക്കിരിയാ ലാസ്റ്റ് ചക്ക ഇട്ടത്. അപ്പൊ പീക്കിരി ഓന്റെ കൈ എന്തായാലും മോശമല്ല, ഇപ്രാവശ്യം നല്ല ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടാൻ പോകുന്ന ചക്ക ഈ പ്ലാവിൽ ഏറ്റവും അടിഭാഗത്തുള്ള ചക്ക കേട്ടോ. അടിഭാഗത്ത് ഉണ്ടായത് ഇവിടെ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ചക്ക ഇങ്ങനെ മറച്ചു വെച്ച എന്താന്നൊക്കെ പറഞ്ഞുതരാം. ആദ്യം കേറട്ടെ കേട്ടോ. എല്ലാവരും ഒരിക്കും കണ്ണ് തട്ടാതെക്കാൻ വേണ്ടിയിട്ട് ചക്ക മറച്ചു വെച്ചാണ്. അതൊന്നല്ല, ഇതിങ്ങനെ താഴെയുള്ള ചക്ക ആയതുകൊണ്ടേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ എളുപ്പമല്ലേന്ന് വെച്ച് ഇതിൽ നിന്ന് തന്നെ പഴുത്തിട്ട് നമുക്ക് പറിക്കാൻ ഇറങ്ങി നിർത്തിയതാണ്. അധികം ഇതിത്തെ ചക്ക നമ്മള് മുകളിൽ നിന്നല്ല, ചക്ക നേരെ വെട്ടിയിട്ട പെട്ടെന്ന് പൊട്ടും, വലിയ ചക്ക ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ കയറിൽ ഇറക്കും, നല്ല മൂപ്പായിട്ട് ഇറക്കി വെച്ചിട്ട് അങ്ങനെ പഴുപ്പിക്കലാണ്. ഇതിന് താഴെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും നോട്ടം എത്തുമല്ലോ നമ്മളെ. മറ്റേ അത് അങ്ങോട്ടൊക്കെ ഉള്ളതൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്, അറിയില്ല നമ്മള്. അപ്പത്തേക്ക് ചീഞ്ഞു പോവും, അല്ലെങ്കിൽ കാക്കയൊക്കെ കൊത്തും, കിളികളൊക്കെ കൊത്തിയിട്ട് നമ്മൾ കാണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇറക്കി വെക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോഴേ നമ്മളെ ചക്ക ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് മുഴുവനായിട്ട് വിണ്ടുപോയി, പഴുത്തിട്ടൊന്നുമില്ല, പച്ച തന്നെയാണ്. പക്ഷെ നല്ല മൂപ്പായിട്ട് ചുള തിങ്ങിയിട്ടാണ് കൊണ്ട് ചക്ക വിണ്ട്. വേഗം മഴ ചാറിയോണ്ട് ഞാൻ ചാക്ക് എടുത്തിട്ട് പൊത്തി വെച്ചതാ. ഇതിലൊക്കെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും പഴുത്തിട്ട് ചീഞ്ഞു പോകും. അപ്പൊ എങ്ങനെയെങ്കിലും ഇനി ചക്ക താഴെ ഇറക്കണം. പഴുത്തിട്ട് ഇറക്കാന്ന് വിചാരിച്ച ചക്കയാണ്. പക്ഷെ നമുക്ക് എങ്ങനെയും കയറിടാൻ പറ്റുമോ നോക്കാം അല്ലെ. കയറിട്ട് ഇറക്കാം. എന്തായാലും പഴുത്ത വേഗം അറിയല്ലോ എന്ന് വെച്ച് നിർത്തിയതാ. 2 ദിവസം മുന്നേ നമുക്ക് ഇട്ട് വെച്ചാൽ മതിയേനു, നല്ല അടിപൊളി പഴുക്കും ചെയ്യനും, ഇങ്ങനെ വിണ്ട് പോലേനു. വെള്ളം ഒന്നും ആയിട്ടില്ല കേട്ടോ, ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയില്ല. എന്താ ഞാൻ രാവിലെ തന്നെ ഫസ്റ്റ് തൊഴുത്തിലേക്ക് വരുമ്പോ തന്നെ നോട്ടം കാണുന്ന ഇതിമല. അപ്പൊ തന്നെ ഉമ്മാട് പറഞ്ഞു എല്ലാം പോയി അങ്ങനെ ചക്ക വിണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ നമ്മളിത് കയറിട്ട് ഇറക്കുകയാണ്. അപ്പൊ നെറ്റിൽ കയറി കിട്ടിയ ചക്ക താഴും. തീരെ നെറ്റുറപ്പില്ലാത്ത ചക്കയാണ്, ഊരി പോരും ചെയ്യും. അപ്പൊ എങ്ങനെയൊക്കെ ചാക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ചക്ക ഈ നമ്മളെ പ്ലാവിനോട് ഇങ്ങോട്ട് ചേർന്ന് നിൽക്കേനു, ഒട്ടി നിൽക്കുന്നോണ്ട് നല്ല വിടർത്തി പിടിച്ചിട്ട് ചാക്ക് കയറ്റി. ഇനി നമ്മളിതൊന്ന് പതുക്കെ വലിച്ച് സെറ്റ് ആക്കിയിട്ട് കയറിൽ കെട്ടിയിട്ട് ഇറക്കുക. അമ്മ കുറച്ച് പണി തന്നെ ഇട്ടത്. ചക്ക തൊട്ടാൻ എത്തുന്ന ഒട്ടിയും പോരും. കുറച്ചുകൂടെ ചാക്ക് വലിയാണ്ട് അല്ലേ ഈ സൈഡ്. പതുക്കെ വലിച്ചിട്ട് കയറ് കെട്ടാം. അപ്പൊ നമ്മള് കയറില് നല്ല കെട്ടിയിട്ടുണ്ട്, ചാക്കും കെട്ടി, പിന്നെ ചക്കനെ ഒന്നുകൊണ്ട് വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ചാക്ക് ചിലപ്പോ ഉറപ്പില്ലാതെ പൊട്ടിപ്പോന്നാല് ചക്കനെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇതാ വലിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വല്ലേ ഈ ഒരാളിടുന്നോണ്ടാട്ടോ, 2 ആളിലേക്ക് സംഭവം എപ്പോഴും കഴിയും. പിടിക്കാനും ആളില്ല, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് വീഡിയോ എടുക്കും വേണം. അപ്പൊ നമുക്ക് വല്ലേ നെറ്ററ്റിക്കാം അല്ലേ. അടച്ചോനെ പണി പാടല്ലേ. പോയി ചക്ക തൂങ്ങിക്കുന്നത്. നീ വെല്ല പോയിട്ട് നമ്മളെ കയർ ലൂസാക്കട്ടെ കേട്ടോ. ചെറിയ ഇതല്ലേ, നെറ്റിന് വലിയ വണ്ണൊന്നുമില്ല, വെയിറ്റ് ഒക്കെ നല്ല താങ്ങി നിൽക്കുന്നു. വിയമോളുണ്ടോ? വിയമോളും വന്നിങ്ങനെ ചക്ക. ബാബാ ചക്ക ഇറക്കാം നമുക്ക്. പച്ചി കയർ ലൂസാക്കുമ്പോ ചക്ക ഇങ്ങനെ താഴ്ക്ക് വന്നോളൂ കേട്ടോ. ഇവിടുന്ന് വരാതെക്കാൻ വേണ്ടി കുഞ്ഞോളെ ചക്കനെക്കാട്ടി വലിയ കട്ട ഇവിടെ കെട്ടി പിടിക്കുമല്ലോ. ലൂസായി. ചക്ക കൊണ്ട് വീണപ്പോഴേ ഈ കയറ് നല്ല ടൈറ്റായി. അതാ പിടിച്ചോ, വെയിറ്റ് ഉണ്ട്, വലിച്ചു പോകേണ്ടി ചക്ക. വേണ്ട കയറ് ഇപ്പോഴാണ് കയറ് നോക്ക്, വെയിറ്റ് ഉണ്ട് കേട്ടോ. സ്റ്റാൻഡില് അങ്ങനെ താങ്ങാനൊന്നും പറ്റൂല ഈ ചക്ക. നമ്മളിങ്ങനെ ഇറക്കി തന്നെ നന്നായി. ഞാൻ ഒരാൾ സ്റ്റാൻഡിൽ കയറിയിട്ട് ഒരാൾ താങ്ങിയിട്ടുമല്ലേ നമുക്ക് അയച്ചെടുക്കാൻ. നല്ല ഇത് വിള്ളാതെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ ചക്കേന്. ഇന്നലെ ഇട്ടാ മതിയെന്നു അല്ലേ. ചുള തിങ്ങിയിട്ടാണ്, വലിയ ചുളയാണ്. ചുള തിങ്ങിയിട്ട സംഭവം വിണ്ടായി, അല്ല മൂപ്പ് കൂടിയിട്ടൊന്നല്ല, ചുള അങ്ങ് തിങ്ങി കഴിയും. ചുള തിങ്ങി കഴിഞ്ഞാൽ പക്ഷെ പഴുത്ത് വന്നില്ല. വേണ്ട പഴുത്താതിന് ചക്കക്ക്. ബിയമോളെ ചക്കന്റെ ആള് ബിയമോളാ.
ആ ചക്ക എത്ര കിട്ടിയാലും ഞമ്മളൊന്നും അല്ലേ. എന്തായാലും ഇതാ ഞാൻ ഇങ്ങനെ ചാക്ക് കീറിയിട്ടാ കെട്ടിയത്. സാധാരണ നമ്മൾ ഇങ്ങനെ കൂട്ടി കെട്ടിക്കഴിഞ്ഞാല് ചക്കണ്ട് വരുമ്പോ അങ്ങനെ വരും. ഭയങ്കര കമന്റ് കേട്ടോ, ഞാൻ സംസാരം കൂടുതലാണ് പറഞ്ഞിട്ട്. ഞാന് സംഭവം വേറെ ഒന്നുമല്ല, ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് പോകുന്ന. പിന്നെ എന്താ പറയാ, അതിന്റെ കൂടെ പണിയും കൂടെ എടുക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ സംസാരം മാത്രമേ തോന്നുന്നു. പണി നല്ല എടുക്കുന്നുണ്ട്. കമന്റ് എന്താ അറിയോ, പണി കുറവും സംസാരം കൂടുതലാണ്. അതല്ല, നല്ല പണി എടുക്കുന്നുണ്ട്, അതിന്റെ കൂടെ സംസാരിക്കുന്നു കേട്ടോ. ആ ചക്ക കാണാനില്ല, റിച്ചൊന്നും ഇല്ലമ്മ, ഞാൻ തന്നെ ഇട്ട്. അപ്പൊ നമ്മള് ചക്ക ഒന്ന് ചാക്കിൽ ഇറക്കല്ലേ, ചാക്കിൽ തന്നെ വെക്ക. എന്തായാലും പഴുത്ത് നേരെ പഴുത്ത് ഇട്ട് നല്ല വിണ്ടുമ്മ. ഞാൻ പ്ലാവിൽ തട്ടിന്ന ഭാഗം അല്ലേ, എന്റെ ചോർന്ന് മണ്ണ് താഴെ ചക്ക. ഇവിടെ ഒന്നും കുഴപ്പമില്ല, സംഭവം അതാ ഇവിടെയാണ് കുഴപ്പം. രാവിലെ ആണ് ചാക്കിടാൻ കയറിയപ്പോ ഇത്ര വിണ്ടിട്ടുള്ളൂ നിങ്ങളെ. അവിടുന്ന് വന്ന പുതിയ പൊട്ടാട്ടോ, ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ടൈറ്റാന്നനുസരിച്ചേ എത്തിട്ടൊന്നുമില്ല. ആ എന്താ വിഷമോ ഐബൂനെ എടുത്ത് വന്നിക്കണേ. ആ ഐബോ ഐബോ, ചക്ക നോക്ക് ചക്ക നോക്ക്, ചക്ക 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 ചക്ക. അപ്പൊ ഇതാണ് നമ്മുടെ ചക്ക. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വരിക്ക ചക്ക കേട്ടോ. ഇതൊന്നല്ല, ആദ്യമൊക്കെ ഇതിൽ ചക്ക ഇതിലും വലിപ്പം ഉണ്ടാവും. ചക്കന്റെ വലിപ്പത്തിനാണെങ്കിൽ കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ചക്ക ചെറുതായിട്ടുണ്ട്. സൂപ്പർ നല്ല അടിപൊളി വരിക്ക ചക്ക. അപ്പൊ നമ്മളെ എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ എന്തായാലും പഴുത്തു തുടങ്ങും. അപ്പൊ എന്താ ഇതിന്റെ അവസ്ഥ എന്ന് നമ്മൾ എന്തായാലും മുറിച്ചിട്ട് കാണിച്ചു തരും. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ ഒരു സൈഡൊക്കെ ചിലപ്പോൾ ചീഞ്ഞോളൂ, ബാക്കിയൊക്കെ നല്ലത് കിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ പഴുത്തിട്ട് ഇത് മുറിക്കുന്നതിന്റെ വീഡിയോ എന്തായാലും ചെയ്യും. അപ്പൊ ഇന്നിപ്പോ മഴയൊന്നുമില്ല, ചക്ക എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് ചാക്കിൽ തന്നെ ഇറക്കി വെച്ചിട്ടേ കൊണ്ടുവെക്കട്ടെ. ഈ വിള്ളലൊക്കെ ഈ എന്താ നമ്മൾ പറയാ, മണിയനീച്ച എന്നൊക്കെ പറയില്ലേ, ആ സാധനം വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വേഗം ചെയ്യും. നമുക്ക് മാക്സിമം കെട്ടി വെച്ചാലും പ്രശ്നമാണ്, അപ്പോൾ വിങ്ങിയിട്ടും ചെയ്യും. അപ്പൊ അങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ വെക്കാം. എന്തായാലും ചാക്കിൽ കയറ്റിയിട്ട് നല്ല വൃത്തിയായിട്ട് കൊണ്ട് വെക്കട്ടെ. ഉണ്ടല്ലോ ഒരു നനവും ഇതിട്ട് നന്നായിട്ട് ചാക്ക് ഇന്ന് നല്ല മഴ ചെയ്തിട്ടും ചക്ക അങ്ങനെ നനഞ്ഞിട്ടില്ല. ഒരു സൈഡ് ഇങ്ങനെ കവർ ചെയ്ത് മറ്റേ സൈഡ് പ്ലാവിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നാ വീഡിയോ നിർത്താണേ. ഇനി നമുക്കിത് മുറിക്കിനെ കാണിച്ചു കൊടുക്കല്ലേ വിമോളെ. എന്നാ വീഡിയോ നിർത്തട്ടെ.